3 ക്യാപിറ്റലിലെ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു. ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ ആദ്യഘട്ടമാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. 30 മീറ്റർ വീതിയിലാണ് അക്വിസിഷൻ നടക്കുന്നത്. നേരത്തെ 90 കിലോമീറ്റർ ആയിരുന്നു അടിമാലി കുമളിയുടെ ദൈർഘ്യം. അത് 77 കിലോമീറ്ററായി ചുരുക്കിയാണ്. എന്നുവെച്ചാൽ 13 കിലോമീറ്റർ കുറച്ചുകൊണ്ട് പരമാവധി ബൈപ്പാസുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. ഇപ്പൊ തന്നെ നേരത്തെ തന്നെ അംഗീകരിച്ച അടിമാലി, കട്ടപ്പന, ചെറുതോണി 3 ബൈപ്പാസുകൾ. അതിലിപ്പോ ചെറുതോണിയും കട്ടപ്പനയും അലൈൻമെന്റ് പൂർത്തീകരിച്ചിട്ടില്ല ബൈപ്പാസുകൾ. അപ്പൊ അത് കൂട്ടിച്ചേർത്തിട്ടില്ല. ബാക്കി ചെറിയ ചെറിയ ടൗണുകൾക്ക് ഉൾപ്പെടെ അടിമാലിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ പനംകുട്ടി എടുക്കുന്നതിന് മുന്നേ തന്നെ അവിടെ ബൈപ്പാസ് വരികയാണ്. പിന്നീട് ഈരിത്തോട്, ചേലച്ചൂട്, കരിമ്പൻ, അതോടൊപ്പം പിന്നീട് വരുന്ന തടിയമ്പാട്, അതോടൊപ്പം തന്നെ ചെറുതോണിയും കട്ടപ്പനയും കൂട്ടിച്ചേർക്കപ്പെടുന്നു. പിന്നീട് അതിനുശേഷം അനവിലാസം ഉൾപ്പെടെയുള്ള വെള്ളാരംകുന്ന് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെല്ലാം പരമാവധി ബൈപ്പാസുകൾ സജ്ജീകരിച്ചുകൊണ്ട് റോഡിന്റെ സുഗമമായൊരു പാത ഉറപ്പുവരുത്തുന്ന അലൈൻമെന്റാണ് അപ്രൂവൽ ആയിട്ടുള്ളത്. 30 മീറ്റർ വീതിയിലാണ് ഇത്. 3 ക്യാപിറ്റൽ പ്രസിദ്ധീകരിച്ചതോടുകൂടി ഇനി 3D ആണ് വിജ്ഞാപനം ആയി വരേണ്ടത്. എന്നുവെച്ചാൽ കോമ്പൻസേഷൻ ഡിസ്പേച്ച്മെന്റ് ആണ്. എല്ലാവരും സഹകരിച്ചുകൊണ്ട് നമുക്ക് ഭൂമി ഏറ്റെടുക്കൽ വളരെ വേഗത്തിലായി കഴിഞ്ഞാൽ ഈ സാമ്പത്തിക വർഷം, വരുന്ന സാമ്പത്തിക വർഷത്തിലെങ്കിലും 2025 തന്നെ നമുക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുമെന്നതാണ് MP എന്നുള്ളത്. അതിന്റെ 3 ക്യാപിറ്റൽ വിജ്ഞാപനം വന്നതിന് ശേഷം ഇനി 3Dക്ക് വേണ്ടിയിട്ടുള്ള സർവേ ഇപ്പോൾ ആരംഭിച്ചു. ഇനിയിപ്പോ 2 സൈഡും കല്ല് പാകിക്കൊണ്ട് അതിന്റെ അതിർത്തി നിശ്ചയിച്ച് കല്ല് പാകി 30 മീറ്റർ അതിർത്തി നിശ്ചയിച്ച് കല്ല് പാകി ബാക്കി സർവേ നടപടികൾ പൂർത്തീകരിച്ച് 3D വിജ്ഞാപനം പ്രസിദ്ധീകരിച്ച് നഷ്ടപരിഹാരം വിതരണം ചെയ്യുന്ന ഒരു സ്ഥിതിയിലാണ്.